كلامه العزيز. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مصاحبنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما عابدا على حبيبك خير للخلق كلهم وعلى أمة محمد صلى الله عليه وسلم. പ്രിയാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന മഹനീയമായ സദസ്സിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ പ്രവാചകനോടുള്ള ഹുബ്ബിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത്. ഒരിക്കലും മഹാനായ സയ്യിദുനാ ഉമർ തങ്ങള് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മാതാവ് കഴിഞ്ഞാൽ, എന്റെ പിതാവ് കഴിഞ്ഞാൽ, എന്റെ മക്കൾ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഇല്ല ഉമറേ, നിന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല ഉമറേ. എല്ലാവരും ചിന്തിച്ചിട്ട് ഉമർ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മാതാവിനേക്കാളും എന്റെ പിതാവിനേക്കാളും എന്റെ മക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? ഇല്ല ഉമറേ, നിന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല ഉമറേ. മൂന്നാമതൊന്നും ചിന്തിച്ചിട്ട് ഉമർ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇനി എന്റെ അടുത്ത് അവശേഷിക്കുന്നത് എന്റെ ശരീരമാണ് നബിയേ. ആ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതെന്താ? ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർണ്ണമായത് ഉമറേ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരുത്തനും വിശ്വാസിയാവുകയില്ല നിന്റെ മാതാവിനേക്കാളും നിന്റെ പിതാവിനേക്കാളും നിന്റെ സന്താനങ്ങളെക്കാളും നിന്റെ ഭാര്യമാരെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്നിൽ നിന്ന് ഒരുത്തനും നിന്നിൽ നിന്ന് ഒരുത്തനും വിശ്വാസിയാവുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആ നബി തങ്ങൾ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? ആ നബി തങ്ങൾ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രാവാണല്ലോ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നതാണ്. ആ രാവിലെ നബി തങ്ങൾ അല്ലാഹുവായിട്ടുള്ള സംഭാഷണമാണ് നമസ്കാരത്തിൽ പറയുന്ന അത്തഹിയാത്ത്. നിങ്ങൾ അതിന്റെ അർത്ഥമൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടോ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തു ലില്ലാഹ്. നബി തങ്ങൾ പറയുകയാ, മുൻകാഴ്ചകളും ബർക്കത്താക്കപ്പെട്ട കാര്യങ്ങളും നമസ്കാരങ്ങളും അല്ലാഹുവിനാകുന്നു. അപ്പോൾ അല്ലാഹു തആല തിരിച്ച് പറഞ്ഞതെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തിരിച്ച് പറയുകയാ,
അല്ലയോ നബിയേ, താങ്കളുടെ മേലെ അല്ലാഹുവിന്റെ രക്ഷയും സുരക്ഷയും ഉണ്ടാകട്ടെ നബിയേ. അപ്പോൾ നബി തങ്ങൾ നമ്മെ മറന്നിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് മാത്രം പോരാ അല്ലാഹ്, നിന്റെ നല്ലവരായ സജ്ജനങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എടുത്തു നോക്ക്. അസ്രായീൽ കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, തങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ റൂഹ് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നതെന്താ? എന്റെ കൂട്ടുകാരൻ എവിടെ? അതാ കടന്നു വരികയാണ്. കടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, താങ്കൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ജിബ്രീലേ, എന്റെ വഫാത്തിന് ശേഷം എന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ് ജിബ്രീലേ? മരണാവസ്ഥയിൽ പോലും മാതാപിതാക്കളെയല്ല നബി തങ്ങൾ ഓർത്തത്, കൂടപ്പിറപ്പികളല്ല ഓർത്തത്, കുടുംബക്കാരെയല്ല ഓർത്തത്. നബി തങ്ങൾ ഓർത്തത് ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണെന്നാണ് നബി തങ്ങൾ ചിന്തിച്ചത്. വേറൊന്നും നബി തങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആ നബി തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നത്? ആ നബി തങ്ങളെ സ്നേഹിക്കാൻ നബി തങ്ങൾ അതുപോലെയാണ് നാം ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുന്നത്. ആ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഫുള്ളായിട്ട് കൊണ്ടുവരണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നബി തങ്ങളുടെ സുന്നത്തിലായിരിക്കണം കഴിയേണ്ടത്. രണ്ടാമതായി നബി തങ്ങളുടെ മേലെ സലാം ചൊല്ലണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അവന്റെ മലക്കുകളും നബിയുടെ മേലെ സലാത്ത് ചൊല്ലുകയാ. അതുകൊണ്ട് നിങ്ങളും നബി തങ്ങളുടെ മേലെ സലാത്ത് ചൊല്ലൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നബി തങ്ങളുടെ മേൽ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കണം. നബി തങ്ങളുടെ സുന്നത്തുകൾ മുഴുവനായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ നബി തങ്ങളുടെ മേൽ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തആല നമ്മെ തൗഫീഖ് നൽകുമാറാകട്ടെ. വഖറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.